ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 60 വണ്ടിയാണ്. ഒരു ആക്സിഡൻ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡാമേജുള്ള ഭാഗങ്ങൾ പ്രത്യക്ഷത്തിൽ നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഫ്രണ്ട് മൺകാട്, ഈ കവറുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഈ സൈഡ് ഡാമേജ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡ് ഡാമേജ് ഉണ്ട്, സെൻറ്റർ കവർ ഡാമേജ് ഉണ്ട്, ഹാൻഡിൽ ബാർ ബെൻഡ്, ഫ്രണ്ട് ഫോർക്കിനും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ സൈഡൊക്കെ ഇടിയിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് മെയിനായിട്ട് അത്രയും ഭാഗത്താണ്. ഹാൻഡിൽ കവറിൻ്റെ ഭാഗത്തൊന്നും പ്രത്യക്ഷത്തിൽ ഇവിടെ നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും കാഴ്ചയിലില്ല. ഇന്നർ കവറൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലത്തെ. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കവറൊക്കെ ഇവിടെ ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ സൈഡിൽ. അപ്പോൾ അതും കൂടി നമ്മൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഫ്രണ്ട് കവറുകൾ വന്നത് ഫ്രഷ് മറ്റേ പ്രൈമർ അടിച്ചേ വരുള്ളൂ. നമ്മൾ ഏത് വണ്ടിയാണോ, ഏത് കളർ വണ്ടിയൊക്കെയാണോ ആ പാർട്സ് എടുക്കണേ ആ വണ്ടിയുടെ കളർ നമ്മൾ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സ്ക്രാച്ചസ് ഉള്ള ഭാഗങ്ങളും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി അത് റെഡിയാക്കി എടുക്കാം. കാരണം ഈ സൈഡൊക്കെ സ്ക്രാച്ച് ഉണ്ട്, പുത്തൻ വണ്ടിയാണല്ലോ. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ക്ലിയർ ചെയ്തേക്കാം. പിന്നെ കോട്ടത്തിക്കട കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പുറമേ നിന്ന് കണ്ട ഒരു ഡീറ്റെയിൽസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അത് ഞാൻ വണ്ടി ഇത് കയറ്റി അഴിക്കുന്നുണ്ട്. അഴിച്ചതിന് ശേഷം അതിൻ്റെ കംപ്ലയിൻസ് ഉള്ള ഭാഗങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എത്ര നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം, പാർട്സുകളുടെ റേറ്റ് എത്ര വരാം, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വണ്ടി അഴിച്ചിട്ടുണ്ട്. അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് അതിൻ്റെ ബാക്ക് മൺകാടിൻ്റെ ഭാഗം ഇവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഓൾറെഡി ആ ബോൾട്ട് ചെയ്യുന്ന ഭാഗമൊക്കെ പൊട്ടിപ്പോയേക്കാണ്. ബാക്ക് മൺകാട് അതുകൊണ്ടാണ് ആ ചെരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ മൺകാട് നമുക്ക് മാറ്റി പുതിയതിടേണ്ടി വരും. പിന്നെ നമ്പർ പ്ലേറ്റ് ഫുള്ള് ചിളങ്ങിയ ഒരു അവസ്ഥയാണ്, അലുമിനിയം പ്ലേറ്റ് ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിലത്തെ പ്രശ്നമില്ല, ബാക്കിലത്തെ നമ്പർ പ്ലേറ്റ് മാത്രമായിട്ട് നമുക്കത് പഞ്ചിങ് കിട്ടുമോ എന്നുള്ള ദിവസം അന്വേഷിച്ചു നോക്കാം. അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ഓർണം നമുക്ക് പഞ്ച് ചെയ്തെടുക്കാം. സാധാരണ രണ്ടും കൂടി സെറ്റായിട്ടാണ് ചെയ്തു തരാറ്. നമുക്കതൊന്ന് അന്വേഷിച്ച് നോക്കാം. പിന്നെ അതേപോലെ ഈ സൈഡിൽ വന്ന ലേഡീസ് ഫുഡ് റെസ്റ്റ് അതൊക്കെ ബെൻഡാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചത്. ഇത് നമ്മൾ ഭാഗങ്ങൾ അഴിച്ചേക്കണ ഭാഗമാണ് കേട്ടോ. ഫ്രണ്ടിലത്തെ കവറുകളൊക്കെ തന്നെ ഈ പറഞ്ഞ രീതിയുടെ നല്ല രീതിയിൽ ഡാമേജ് ഉണ്ട്. ആ ഫ്രണ്ടിലുണ്ട് കറക്റ്റ് ഡയറക്റ്റ് ഇടി വന്നിരുന്ന ഭാഗമെല്ലാം തന്നെ ഡാമേജാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ സൈഡിൽ വൻ്റെ ഈ ഓൾറൗണ്ട് കാർഡ് ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ, ആ സ്റ്റീലിൻ്റെ ആയാലും നമുക്കത് ഒരെണ്ണം മാത്രമായിട്ടല്ല വരാം, അത് ഫുൾ സെറ്റായിട്ടാണ് കിറ്റായിട്ടാണ് കിട്ടുള്ളൂ. അപ്പോൾ അതും ഓൾറെഡി ഡാമേജാണ്. പിന്നെ ഫ്രണ്ടിലത്തെ ഈ രണ്ട് കവറുകൾ, ഈ കവറും ഡാമേജാണ്, ഇത് പോയിട്ടുണ്ട്. സെൻറ്റർ കവർ നമുക്ക് എന്തെങ്കിലും മാറണം. അത് നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യം വന്നില്ല, അത് ഓൾറെഡി പെയിൻറ്റ് ചെയ്താണ് തന്നെ, കമ്പനി പെയിൻറ്റിങ് ചെയ്ത് തന്നെയാണ്. ബാക്കിയത്തെ നമുക്ക് മെറ്റൽ ബോഡി ആയിട്ടുള്ളത് ഈ കവറുകളൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പെയിൻറ്റിങ്ങിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് മൺകാടിൻ്റെ ഉള്ളിൽ വന്ന ബ്രാക്കറ്റ് അത് ഓൾറെഡി ശരിക്കും ബെൻഡായിപ്പോയി, അല്ലെങ്കിൽ അത് ആ കോടി ഇതെവിടെയൊക്കെ ആകെ ബെൻഡായി പോയേക്കാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റേണ്ടി വരും. ഫ്രണ്ട് മൺകാട് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഇത് മെറ്റലാണ്, അപ്പോൾ അത് പെയിൻറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ അതേപോലെ ലേഡീസ് ഫുഡ് റെസ്റ്റിൻ്റെ ദിവസം പറഞ്ഞത്, ലേഡീസ് ഫുഡ് റെസ്റ്റ് ബെൻഡായിട്ട് ഇടി കൊണ്ടിട്ട് ശരിക്കും അവിടെ മലന്ന് പോയേക്കാണ് ആ സൈഡിലേക്ക്. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത്. പിന്നെ ഉള്ളത് കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിലത്തെ ബോഡിയാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതും കൂടിയും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി, നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാലും നമ്മൾ പെയിൻറ്റിങ്ങിന് കൊടുക്കുള്ളൂ. ഇത് ബാക്കിലെ 60 എന്ന് പറഞ്ഞ രീതിയാണ് ആ വണ്ടിയുടെ കവറിൻ്റെ ഈ ഭാഗം ശരിക്കും ഡാമേജ് സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇത് മെറ്റാലിക് ആയതുകൊണ്ട് തന്നെ ഈ സൈഡൊക്കെ ഉണ്ട് കേട്ടോ. മെറ്റാലിക് ആയതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാൻ നടക്കില്ല. ഓൾറെഡി നമുക്ക് ആ ഡാമേജുള്ള ഭാഗം ടച്ച് ചെയ്താൽ പോലും നമുക്ക് ഫുള്ളായിട്ട് ക്ലിയർ കാര്യങ്ങളൊക്കെ അടിക്കേണ്ടതായിട്ട് വരും. ഈ ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡ് ഇവിടെയും ഡാമേജ് വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലോറിൻ്റെ സൈഡ് അല്ല നമ്മൾ കാല് വയ്ക്കുന്ന ഭാഗത്തുള്ള കവറുകൾ ഈ സൈഡ് നല്ല രീതിയിൽ ചിളക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഇടി കൊണ്ടിട്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് പെയിൻറ്റ് പോയിട്ട്. അപ്പോൾ അതെന്തെങ്കിലും പെയിൻറ്റ് ചെയ്യണം. ഇപ്പുറത്തെ സൈഡും ഈ സൈഡ് റണ്ണിങ് പാനലിൻ്റെ ഭാഗം നോക്കിയിട്ട് സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. പിന്നെ അടിയിൽ തന്നെ ബാക്കിൽ ടൈലിൻ്റെ അടിയിൽ തന്നെ പീസാണ്, അതും ഇവിടെ സ്ക്രാച്ചും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഈ സൈഡിൽ. ബാക്കിയത്തെ ഭാഗം പെയിൻറ്റിങ്ങിന് പോണതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കതൊക്കെ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടാം. കാരണം ബാക്കിയത്തെ പോയി കഴിയുമ്പോൾ ഇത് മാത്രം ഇതൊക്കെ കറക്റ്റായിട്ട് തെളിഞ്ഞ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈ ബാക്കിൽ ഈ ക്യാരിയറിൻ്റെ ഇവിടെ ഓൾറെഡി പെയിൻറ്റ് പോയേക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ബാക്കിയത്തെ പെയിൻ്റ് ചെയ്യണ കൂട്ടത്തിലൂടെ അതും കൂടി വേണ്ടി നമുക്ക് പെയിൻറ്റിങ്ങായിട്ട് ചെയ്തെടുക്കാം. പിന്നെ സൈലൻസർ കവറിൻ്റെ അടിഭാഗം ഒരഞ്ഞ് തുരുമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയായിട്ടാണ് നമുക്ക് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ. അത്യാവശ്യം ബോഡിയുടെ ഒരുവിധ ഭാഗങ്ങളെല്ലാം തന്നെ പെയിൻറ്റിങ് ഉണ്ട്. സെൻറ്റർ കവറും ആ ഹാൻഡിലിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ തന്നെ കവറും ഈ കവറൊക്കെ മാത്രമാണ് ഒഴിവുള്ളൂ. പിന്നെ ബാക്കിലത്തെ പീസും ആ ടൈലിൻ്റെ മുകളിൽ തന്നെ പീസും, ബാക്കിയത്തെ എല്ലാം തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാനതിൻ്റെ അഴിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും പ്രകാരമുള്ളൊരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ എസ്റ്റിമേറ്റിൽ നിന്ന് വേരിയേഷൻ വരും. കാരണം ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ കേസും കൂടി ഇതും കൂടിയൊക്കെ ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ആകാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം.
അപ്പോൾ നോക്കിയിട്ട് കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ച് വേണം, അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പെയിൻറ്റിങ്ങിന് എന്താ ചെയ്യേണ്ടത്, പെയിൻറ്റിങ്ങിന് കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട് കേട്ടോ. അതിൻ്റെ 1-2 ഐറ്റംസ് നമുക്ക് കിട്ടാനുമുണ്ട്. പെയിൻറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി പെയിൻറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ബാക്കിയത്തെ ഭാഗങ്ങൾ വരുമ്പോഴത്തേക്ക് അതാണ് നമുക്ക് ബാക്ക് മൺകാർഡൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല. ബാക്ക് മൺകാർഡ് ഇന്നർ കവറും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും അത് ഐറ്റം വന്നാൽ നമുക്ക് കൈയോടെ കയറ്റാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.